ബിഗ് ബോസ് ഒക്കെ പിന്നീട് ഒരു എവിക്ഷൻ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ പരിപാടിയല്ലേ. ഗെയിമൊക്കെ പിന്നീട് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഫെയർ ആയിട്ടല്ലേ കളിച്ചത്. ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു വന്നില്ലേ. പ്രതീക്ഷിച്ചായിരുന്നു ഇപ്രാവശ്യം പുറത്താവുമെന്ന് പ്രതീക്ഷ ഏകദേശം എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവളിപ്പോ അവിടെ ഇറങ്ങിന്ന് പറഞ്ഞപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 5 മിനിറ്റിന് പുള്ളി ഇറങ്ങുമായിരിക്കും. പ്രതീക്ഷയായിരുന്നു ഈ എവിക്ഷൻ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് നാളും കൂടി പോകുന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. കാരണം അവിടെ അത്യാവശ്യം നല്ല പോലെയൊക്കെ ഗെയിം കളിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അറിയില്ല, പിന്നെ അവരുടെ ഇതാണല്ലോ, ഓരോ ആൾക്കാർ വോട്ട് ചെയ്യുന്ന പോലെയാണല്ലോ. അപ്പം ആൾക്കാർ അല്ല, ബിഗ് ബോസിൽ ഇപ്പോഴും ഈ കളിക്കാതെ പിടിച്ച് നിൽക്കുന്ന ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സാബുമോനൊക്കെ ഇപ്പോഴും ഒരു ഗെയിം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ആ വോട്ട് വന്നതെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കിനിയിപ്പോൾ അറിയില്ല. ഇപ്പം അവൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷാനവാസൊക്കെ ആയിട്ട് ഉടക്കുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വല്ലാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പോൾ ഷാനവാസായിട്ട് ഉടക്കില്ലാത്ത ആരും ഇല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഷാനവാസ് ലാലേട്ടൻ, ഇപ്പോൾ ഇന്നലെ തന്നെ ലാലേട്ടൻ നല്ല രീതിയിൽ ഷാനവാസിനെ എടുത്തു കൊടുത്തത് എല്ലാവരും കണ്ടാണ്. പിന്നെ ഓരോ ആൾക്കാരെങ്ങനെ എടുക്കണമെന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പം. അപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം കണ്ടു കാണില്ല. പക്ഷെ അവൾ അത്യാവശ്യം നല്ലപോലെ ഗെയിം കളിച്ചതാണ്. ബിനിയെ സംബന്ധിച്ചൊരു ഹെയ്റ്റും പുറത്ത് അങ്ങനെ വന്നിട്ടില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ചൊരു ആളായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നിന്നില്ല. 70 ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ദിവസമല്ല, നല്ല ദിവസം ഉണ്ട്. അപ്പം ഹാപ്പിയാണ്. അല്ലെങ്കിൽ അവരവിടേക്ക് നിന്ന് ആകെ മെലിഞ്ഞു ഉണങ്ങി ആകെ നാശമായി നിൽക്കുന്നേ. അപ്പോഴത്തേക്കും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചോളം ഓക്കെയാണ്. ഈ ബിഗ് ബോസിൽ ഇപ്പോഴും ഒരു ഗെയിം കളിക്കാതെ അവിടെ പിടിച്ച് നിൽക്കുന്നൊരു ഉണ്ടോ? ആരായിരിക്കും? ഓക്കെ ഓക്കെ. അതെന്തുകൊണ്ടാ ചേട്ടാ അങ്ങനെ ഒരു അത് ബ്രോ, ഞാനത് പറഞ്ഞത് അവർ മൊത്തം ഇട്ടിട്ടില്ല ബ്രോ. അത് അവർ നൈസായിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ടു. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇങ്ങനെ ആയിരുന്നു. ഞാൻ അതിന് മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ആൾക്കാർ പറയുന്നത് കറക്റ്റ് ആയിരിക്കുമല്ലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവർ യൂട്യൂബിൽ നിന്നുള്ള സാധനം കട്ട് ചെയ്ത് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ ഏട്ടാ, ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ എത്ര നാൾ നമ്മൾ നിന്നല്ലോ. അതെ അതെ, ചേട്ടന് 3 ദിവസം നിൽക്കാൻ പറ്റില്ല. എൻ്റെ പിന്നെ അപ്പം തന്നെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നുള്ളത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ലൈഫ് 3 days? ഞാൻ പോയപ്പോൾ ഈ ഫാമിലി റൗണ്ട് ആയിരുന്നു. ഇവർക്ക് ഒത്തിരി ടാസ്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇവർ മനസ്സിലായി നമുക്ക് അവിടെ ഭയങ്കര പാടാണ് ബ്രോ. അപ്പം എല്ലാവരും ഇത്രയും നാൾ നിന്നല്ലേ, ഇനി പോകുമ്പോൾ വീണ്ടും ടാസ്ക് അവർക്ക് കൂടുമല്ലോ. ഓക്കെ ഓക്കെ.